നീറ്റ് 2026 മെയ് 3 പരീക്ഷാ ഹാളിലെ തന്ത്രങ്ങളുമായിട്ട് ദർശൻ അക്കാദമി നിങ്ങളോടൊപ്പം. നമുക്കറിയാം, നീറ്റ് പരീക്ഷയിൽ 3 സബ്ജക്റ്റുകൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ഏതാണോ അതാണ് ആദ്യം അറ്റൻഡ് ചെയ്യേണ്ടത്. ഒരു ചോദ്യത്തിൽ മാത്രം സമയം ചെലവഴിക്കാതിരിക്കുക. ടഫായിട്ടുള്ള ചോദ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് പിന്നീട് അതിന് സമയം കണ്ടെത്തുക. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ അപ്പോൾ തന്നെ OMR ഷീറ്റിൽ ബബിൾ ചെയ്യുക. എക്സാമിന് നമുക്ക് കൂടുതൽ മാർക്ക് അടിക്കണം, അതേപോലെ തന്നെ ടൈം നമുക്ക് അവിടെ ലാഭിക്കണം. അതിനെന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടാൽ ഉടനെ അതിൻ്റെ ആൻസർ നമുക്കറിയാമെന്ന് ബോധ്യം വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ആദ്യം കയറി ചെയ്യുക. അറിയാൻ മേലാത്ത റൗണ്ട് ചെയ്യുക. അന്നേരം തന്നെ റൗണ്ട് ചെയ്തിടുക. അങ്ങനെ റൗണ്ട് ചെയ്തിടുന്ന ആ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഇക്വേഷൻസ്, ഫോർമുലാസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതായിരിക്കാം. കെമിസ്ട്രിയിൽ റിയാക്ഷൻസ് വഴിയൊക്കെ ആയിരിക്കാം. എന്നാൽ കുറച്ച് സമയം അവിടെ എടുക്കുമായിരിക്കാം. ആ ക്വസ്റ്റ്യൻ സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ചെയ്യുക. പ്രയാസമുള്ള ചോദ്യങ്ങൾക്കായി ബാക്കി സമയം കണ്ടെത്തുക. 4 ഓപ്ഷനിൽ 2 എണ്ണമെങ്കിലും ഒഴിവാക്കാൻ സാധിച്ചെന്നാൽ മാത്രമേ ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാവൂ. അതല്ല എന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് വേണ്ടത് വയ്ക്കുക. അങ്ങനെ 2 എണ്ണം നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിയുമ്പം പിന്നെ നമ്മൾ ആ ക്വസ്റ്റ്യനും അതിന് ശേഷം വരുന്ന 2 ഓപ്ഷൻസുമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ള സമയം എടുത്താൽ മതി. അത് പ്രത്യേകമായിട്ടൊന്ന് നമ്മൾ ശ്രദ്ധിക്കുക. നീറ്റ് എക്സാം ഹാളിൽ ടെൻഷൻ ഫ്രീ ആയി എക്സാം എഴുതുന്നതിനായി ദർശൻ അക്കാദമിക്ക് ഒരു CCC മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് C ഫോർ കാം ആയിരിക്കുക, സെക്കൻഡ് C ഫോർ കോൺഫിഡന്റ്, ആൻഡ് തേർഡ് C ഫോർ കെയർഫുൾ.